ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളൊരു നാടൻ ചമ്മന്തിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഈ ഒരു ചമ്മന്തി മതി കേട്ടോ നമുക്ക് വയറ് നിറയെ ചോറുണ്ണാനായിട്ട്. ഈ ചമ്മന്തി ഉണ്ടാക്കുന്നതിന് നമുക്കൊന്ന് വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കിയാലോ. അതിനായിട്ട് നമ്മൾ വെളിച്ചെണ്ണയാണ്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ലോ ഫ്ലെയിമിലോട്ട് വെച്ചതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി ഉണക്കി വെച്ചിരിക്കുന്ന കൊഞ്ചാണ് ഇത് കേട്ടോ. ഉണക്ക കൊഞ്ചാണ്. അത് നമ്മൾ എണ്ണയിലോട്ടൊന്ന് ഇട്ട് കൊടുക്കും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ ഉണക്ക കൊഞ്ചൊന്ന് വറുത്തെടുക്കാം. ഇപ്പം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം തണുക്കാനായിട്ട്. പിന്നെ ആ എണ്ണയിൽ തന്നെ നമ്മൾ കുഞ്ഞുള്ളിയാണ്, ഒരു 10 കുഞ്ഞുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതും ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് വാട്ടിയെടുക്കാം. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അതും കൂടെ ഒന്നിട്ട് വാട്ടിയെടുക്കാം. പിന്നെ നമ്മൾ ഒരു അരമുറി തേങ്ങ തിരുമിയതാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് വറ്റൽ മുളക് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ തന്നെ എണ്ണയിലിട്ട് വറുത്ത് കോരി വയ്ക്കാം കേട്ടോ. എൻ്റെ കയ്യിലിപ്പോൾ അതില്ലാത്തത് കൊണ്ടാണ് നമ്മളിപ്പം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. മൂപ്പിക്കേണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി എടുത്താൽ മതി. അതിനുശേഷം നമ്മൾ പാകത്തിന് ഉപ്പൊന്ന് ഇട്ട് കൊടുക്കാം. അതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം പുളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വാളം പുളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല കിടു ടേസ്റ്റിലുള്ള ചമ്മന്തിയാണ് കേട്ടോ. നമ്മൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല പ്രത്യേക ഒരു ടേസ്റ്റാണ്. നമുക്ക് ഒരു ഒറ്റ ചമ്മന്തി മതി കേട്ടോ ചോറുണ്ണാനായിട്ട്. നമ്മൾ അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉണക്കച്ചമ്മീനിലോട്ട് നമുക്ക് തേങ്ങയും കൂടെ വറുത്ത മിക്സ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിൽ വെച്ചൊന്ന് അരച്ചെടുക്കാം കേട്ടോ. നല്ല കിടി രുചിയിലുള്ള ചമ്മന്തിയാണ് കേട്ടോ. നമുക്ക് വേറെ ഒരു കറിയുടെ ഒരു ആവശ്യവുമില്ല ഇത് കേട്ടോ. ഈ ഒരൊറ്റ ചമ്മന്തി മതി. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഒത്തിരി ഫ്രണ്ട്സ് സപ്പോർട്ട് ചെയ്യുന്ന അവർക്കൊക്കെ ഒത്തിരി നന്ദിയുണ്ട്. വീണ്ടും നിങ്ങളുടെയൊക്കെ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.